ജീവിതത്തിലെ സന്തോഷകരമായ നാളിലൂടെയാണ് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണ ഇന്ന് കടന്നു പോകുന്നത്. ദിയയ്ക്ക് ആദ്യത്തെ കുഞ്ഞ് പിറന്നിട്ട് മാസങ്ങളായതേ ഉള്ളൂ. വിവാഹത്തിന് ശേഷം പെട്ടെന്ന് അമ്മയാവണമെന്ന ദിയയുടെ ആഗ്രഹമായിരുന്നു. മകനാണ് ഇന്ന് ദിയയുടെ ലോകം. അമ്മയും മകനും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് ദിയ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ച വാക്കുകളാണ് ഇപ്പോൾ ജനശ്രദ്ധ നേടുന്നത്. ഒരമ്മ മകൻ്റെ ആദ്യത്തെ യാഥാർത്ഥ സ്നേഹമാണ്, മകൻ അമ്മയുടെ അവസാനത്തെ യാഥാർത്ഥ സ്നേഹവും എന്ന് പറയുന്ന റീലാണ് ദിയ കൃഷ്ണ പങ്കുവച്ചത്. അതേസമയം ദിയയ്ക്ക് പലപ്പോഴും വിമർശനം വരാറുള്ളത് അശ്വിൻ അമ്മയോട് കാണിക്കുന്ന സ്നേഹത്തെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാണ്. അമ്മയേക്കാൾ ഒരു മകൻ പ്രാധാന്യം നൽകേണ്ടത് ഭാര്യയ്ക്കാണെന്ന് പറയുന്ന വീഡിയോകൾ ദിയ ഇടയ്ക്കിടെ പങ്കുവയ്ക്കാറുണ്ട്. ദിയയുടെ ഭാര്യയെ വേദനിപ്പിച്ചാൽ പണം അപ്രത്യക്ഷമാകും. അത് ശാപമല്ല, കർമ്മമാണ്. ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ മാതാപിതാക്കളായാലും സഹോദരങ്ങളോടും പ്രധാനങ്ങൾ നിങ്ങളുടെ ഭാര്യയാണ്. നിങ്ങളെ വളർത്തിയത് മാതാപിതാക്കളായിരിക്കും, പക്ഷേ അവർ ജീവിച്ച പങ്കാളിയോ സോൾമേറ്റോ അല്ല. സഹോദരങ്ങൾ രക്തബന്ധമാണ്, പക്ഷേ അവർക്ക് മറ്റൊരു ജീവിതമുണ്ട്. നിങ്ങളുടെ മക്കളെപ്പോലും എത്രയധികം സ്നേഹിച്ചാലും അവർക്ക് അവരുടേതായ ജീവിതവും ജീവിത പങ്കാളിയും ഉണ്ടാകും. നിങ്ങളുടെ ഭാര്യ മാത്രമാണ് ജീവിതത്തിൽ തുടർന്നെന്നായിരുന്നു അന്ന് ദിയ പങ്കുവച്ച വാക്കുകൾ. ദിയയുടെ അഭിപ്രായങ്ങളിൽ വൈരുദ്ധ്യം പ്രകടമാണ്. പലതവണ വിമർശനം വന്നിട്ടുണ്ട്. വിവാഹ ദേഷ്യം തൻ്റെ ജീവിതത്തിൽ അശ്വിൻ്റെ വീട്ടുകാരുടെയും തൻ്റെ വീട്ടുകാരെയോ ഇടപെടാൻ ഉണ്ടാകരുതെന്ന് പറഞ്ഞിരുന്ന ആളാണ് ദിയ. വിവാഹശേഷം സ്വന്തം ഫ്ലാറ്റിലേക്ക് മാറിയെന്നുമാണ്. എന്നാൽ അശ്വിനും ദിയയും വിവാഹശേഷം ഭക്ഷണം കഴിക്കാൻ എത്തുന്നത് തൊട്ടടുത്ത് ദിയയുടെ വീട്ടിലാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടി. എന്തുകൊണ്ടും ദിയയും അശ്വിനും ഇത്തരം കാര്യങ്ങൾ സ്വയം പ്രാർത്ഥനയില്ലെന്ന ചോദ്യവും വന്നു. ഗർഭിണിയായ ശേഷവും കുഞ്ഞു പിറന്ന ശേഷവും ദിയ മാതാപിതാക്കളുടെ വീട്ടിലാണ് കഴിയുന്നത്. കൂട്ടിന് അശ്വിനുമുണ്ട്. സ്വന്തം ഫ്ലാറ്റിൽ കുക്ക് ചെയ്യാൻ തുടങ്ങിയതായിരുന്നു ദിയ. എന്നാൽ പിന്നീട് ഇവരെ എപ്പോഴും ദിയയുടെ മാതാപിതാക്കളുടെ വീട്ടിലാണ് ഭക്ഷണം കഴിക്കാൻ കണ്ടത്. സഹായത്തിന് ആരെങ്കിലും വേണം. തൻ്റെ വീട്ടിൽ പാചകവും മറ്റും സഹായിക്കാൻ 2 പേരുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഒറ്റയ്ക്കായി പോയി. അശ്വിന് കുക്കിംഗ് സഹായിക്കാൻ പരിമിതിയുണ്ട്. എനിക്ക് അശ്വിനേക്കാൾ കുക്ക് ചെയ്ത് പരിചയമുണ്ട്, പക്ഷേ സഹായിക്കാനുണ്ടാകും. ഇപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാമായപ്പോഴേക്കും ഞാൻ ചത്തുപോകും. ഇവിടെ മൊത്തത്തിൽ തൂത്ത് തുടയ്ക്കുന്നത് ഞാനാണ്. എല്ലാം കൂടെ ആയാൽ ജീവിതം വെറുക്കും. ജീവിതം വെറുത്ത് കുക്ക് ചെയ്യണമെന്നെനിക്കില്ല. ഒരാൾ സഹായത്തിന് വേണമെന്നും ദിയ അന്ന് പറഞ്ഞിരുന്നു. കുഞ്ഞി പിറന്ന ശേഷം ദിയയ്ക്ക് വന്ന മാറ്റങ്ങളെക്കുറിച്ച് നേരത്തെ അശ്വിൻ സംസാരിച്ചിട്ടുണ്ട്. മുമ്പ് ദിയയിൽ നിന്നും തനിക്ക് കിട്ടിയിരുന്ന ശ്രദ്ധ ഇപ്പോൾ കുഞ്ഞാണ് കിട്ടുന്നതെന്ന് അശ്വിൻ എന്നും പറഞ്ഞു. ഹേറ്റേഴ്സിനെ പോലും ആരാധകരും ദിയ കൃഷിക്കുണ്ട്. ദിയ എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുന്നവർ സോഷ്യൽ മീഡിയയിലുണ്ട്. വാർത്തകളും വിശേഷങ്ങൾ അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.